പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൈത്തൺ എന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഹ്യൂമൻ റീഡബിൾ ആൻഡ് കോഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഏർലി 1990s ഗ്യൂഡോ വാൻ റോസം ഇങ്ങനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് പൈത്തണിന്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പൈത്തണിന്റെ ഫീച്ചറാണ് ഇറ്റ് ഹാസ് വെരി സിമ്പിൾ ആൻഡ് കൺവെൻഷണൽ സിൻടാക്സ്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിൻടാക്സ് ആണ് പൈത്തൺ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൈത്തൺ പ്രോഗ്രാംസ് എഴുതേണ്ട റൂൾസ് പഠിക്കാനൊന്നും നമുക്ക് അധിക സമയം വേണ്ടി വരില്ല. സാധാരണ രീതിക്ക് ഒരു അൽഗോരിതം എഴുതാൻ അറിയാവുന്ന ആർക്കും പൈത്തണിന്റെ കോഡിംഗ് എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നോർമലി നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എല്ലാം എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിക്ക് തന്നെയാണ് ആ എക്സ്പ്രഷൻസ് എല്ലാം പൈത്തണിലും കോഡിംഗ് ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളൊക്കെ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പൈത്തണിന്റെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ഇറ്റ് ഹാസ് സേഫ് സെമാൻറ്റിക്സ് എന്നത്. നമ്മൾ പൈത്തണിൽ എഴുതുന്ന എക്സ്പ്രഷൻസിലോ അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിലോ ചെറിയ രീതിക്കുള്ള എന്തെങ്കിലും മീനിങ് വയലേഷൻ വന്നാൽ പോലും അത് എറർ മെസ്സേജ് ആയിട്ട് കാണിക്കും. ആ എററുകളെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രമേ പിന്നീടുള്ള പ്രോസസ്സിംഗ് നടക്കുള്ളൂ. സോ അത് കാരണം കൊണ്ട് തന്നെ സെമാൻറ്റിക് എറേഴ്സ് വരാനുള്ള ചാൻസ് പൈത്തണിൽ കുറവാണ്. ദെൻ മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് പൈത്തൺ സ്കെയിൽസ് വെൽ എന്നത്. അതായത് ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്നത്. മാത്രമല്ല ഒരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയാണിത്. ഫോർ എക്സാമ്പിൾ പൈത്തൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിന്റെ കൂടെ പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ മോഡേൺ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് എല്ലാം പൈത്തണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നാലാമത്തെ ഒരു ഫീച്ചറാണ് പൈത്തൺ ഈസ് ഹൈലി ഇന്ററാക്റ്റീവ് എന്നത്. സപ്പോസ് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കോഡിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ എഴുതുന്നതെല്ലാം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻ മാത്രം ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല വളരെ വലിയ പ്രോഗ്രാംസ് നമുക്ക് വേണമെങ്കിൽ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യാനും അതെല്ലാം ഒരുമിച്ച് ലോഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുമായിട്ടും സാധിക്കും. സോ ഇതുകൊണ്ടല്ല പൈത്തൺ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ അടുത്ത ഫീച്ചറാണ് പൈത്തൺ ഈസ് ജനറൽ പർപ്പസ് എന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട് പൈത്തൺ എന്നത്. ഫോർ എക്സാമ്പിൾ മീഡിയ കമ്പ്യൂട്ടിങ്ങിൽ, നെറ്റ്വർക്കിംഗ് പ്രോസസ്സിങ്ങിന് ഇതിനെല്ലാം പൈത്തൺ യൂസ് ചെയ്ത് പോരുന്നുണ്ട്. ദെൻ പൈത്തൺ ഈസ് ഫ്രീ ആൻഡ് ഈസ് ഇൻ വൈഡ് സ്പ്രെഡ് യൂസ് ഇൻ ഇൻഡസ്ട്രി. അതായത് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് പൈത്തൺ എന്നത്. സോ ആർക്ക് വേണമെങ്കിലും പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും സാധിക്കും. ദെൻ പൈത്തണിന്റെ ലാസ്റ്റത്തെ ഒരു ഫീച്ചറാണ് പൈത്തൺ ക്യാൻ റൺ ഓൺ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത്. അതായത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണമെങ്കിലും പൈത്തണ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ മെയിൻലി ഇത്ര ഫീച്ചേഴ്സ് ഒക്കെയാണ് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുള്ളത്. പൈത്തൺ പ്രോഗ്രാംസ് എല്ലാം ജനറലി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇന്റർപ്രിറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. പൈത്തൺ എന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹൈ ലെവൽ പ്രോഗ്രാം ഒരിക്കലും കമ്പ്യൂട്ടേഴ്സിനെ റീഡ് ചെയ്യാനോ അതിൽ വർക്ക് ചെയ്യാനോ സാധിക്കില്ല. മറിച്ച് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിനെ ലോ ലെവൽ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിനെ ലോ ലെവൽ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പൊതുവെ രണ്ട് ലാംഗ്വേജ് പ്രീ പ്രോസസ്സേഴ്സ് ആണ്, കമ്പൈലേഴ്സും അതേപോലെ തന്നെ ഇന്റർപ്രിറ്റേഴ്സും. ഒരു കമ്പൈലർ എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പ്രീ പ്രോസസ്സർ ആണ്. ദെൻ ഈ ഒബ്ജക്റ്റ് കോഡിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ വർക്ക് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നതും. സോ കമ്പൈലേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിനെ ലോ ലെവൽ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ രണ്ട് സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ സ്റ്റേജിൽ സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഈ ഒബ്ജക്റ്റ് കോഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. എന്നാൽ ഇന്റർപ്രിറ്റേഴ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സോഴ്സ് പ്രോഗ്രാമും അതിനോടൊപ്പം നമുക്ക് ഇൻപുട്ടും ഇന്റർപ്രിറ്റേഴ്സിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സോഴ്സ് പ്രോഗ്രാമിനെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇന്റർപ്രിറ്റേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുക. കമ്പൈലർ എന്ന് പറയുന്നത് സോഴ്സ് പ്രോഗ്രാമിനെ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റർപ്രിറ്റേഴ്സ് ജസ്റ്റ് ലൈൻ ബൈ ലൈൻ മാത്രമേ എക്സിക്യൂഷൻ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സോഴ്സ് പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു ലൈനിൽ എന്തെങ്കിലും എററുകൾ കാണുകയാണെങ്കിൽ ആ എററുകളെല്ലാം ഇന്റർപ്രിറ്റേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. ദെൻ ആ എറർ നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ അടുത്ത ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ ഇങ്ങനെ സോഴ്സ് പ്രോഗ്രാം കംപ്ലീറ്റും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എല്ലാ എററുകളും നമുക്ക് കറക്റ്റായിട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടും കിട്ടും. സോ ഈ രീതിക്കാണ് ഇൻ്റർപ്രിറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. കമ്പൈലേഴ്സ് എന്ന് പറയുന്ന സെഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റേഴ്സ് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് കമ്പൈലേഴ്സ് വർക്ക് ചെയ്യുക എന്ന് നോക്കിയിട്ടുള്ളതായിരുന്നു. മുകളിലെ സജഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയുടെ ലിങ്ക് കിട്ടും. സോ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കുക. പൊതുവേ നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം രണ്ട് രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ കമാൻഡ് ലൈൻ മോഡ് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, അതല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മോഡ് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. കമാൻഡ് ലൈൻ മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ എക്സ്പ്രഷൻസോ അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സോ നമ്മളൊരു സെപ്പറേറ്റ് കമാൻഡ് ലൈൻ ആയിട്ട് കൊടുക്കുന്നു. ദെൻ അത് മാത്രം സെപ്പറേറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. എന്നാൽ സ്ക്രിപ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് പ്രോഗ്രാമും നമ്മളൊരു ഫയലായിട്ട് സ്റ്റോർ ചെയ്യണം. ദെൻ ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇങ്ങനെ ഫയലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പൈത്തൺ പ്രോഗ്രാം .py എന്ന എക്സ്റ്റൻഷനിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. സപ്പോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലിൻ്റെ നെയിം മൈ പ്രോഗ്രാം എന്നതാണെങ്കിൽ മൈ പ്രോഗ്രാം .py എന്ന് വേണം അതിനെ സ്റ്റോർ ചെയ്യാൻ. ദെൻ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫയൽ പൈത്തൺ സ്പേസ് ദാറ്റ് പ്രോഗ്രാം നെയിം .py എന്ന കമൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് കമാൻഡ് ലൈൻ മോഡ് യൂസ് ചെയ്തിട്ടും അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് മോഡ് യൂസ് ചെയ്തിട്ടും പൈത്തൺ പ്രോഗ്രാംസ് കോഡ് ചെയ്യുന്നതെന്നും എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും നോക്കാം. ആദ്യം നമുക്ക് കമാൻഡ് ലൈൻ മോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പൈത്തണിൽ കോഡിംഗ് ചെയ്യുക എന്ന് നോക്കാം. പൈത്തൺ എന്നത് ഒരു ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് ആയത് കാരണം കൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിൽ പൈത്തണിൽ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ കോഡ് ചെയ്യാനും അതെന്ത് റിസൾട്ടാണ് തരുന്നത് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനും സാധിക്കും. പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമിംഗ് എൻവയോൺമെൻ്റ് ആണ് ഷെൽ എന്നത്. www.python.org എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള OSനനുസരിച്ച് നമുക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ദെൻ ആ ഇൻസ്റ്റാളേഷനൊപ്പം കിട്ടുന്നതാണ് ഈ IDLE ഷെൽ, അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആയിട്ടുള്ള ഷെൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ദെൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പം കമാൻഡ് ലൈൻ മോഡിലും അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് മോഡിലും പൈത്തണിൽ കോഡിംഗ് ചെയ്യാൻ പറ്റും. ഈ ഷെൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന മെസ്സേജ് ഇതാണ്. ഇതിൽ പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പൈത്തണിൻ്റെ വേർഷൻ ഏതാണ് എന്നതാണ്. ഇവിടെ ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വേർഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്, പൈത്തൺ 3.9.1. ദെൻ ഈ 3 സിമ്പിൾസ് ഇതിനെ ഷെൽ പ്രോംപ്റ്റ് എന്നാണ് പറയുക. ഇവിടെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ റൈറ്റ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ആ എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ തന്നെ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഇതേപോലെ എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് 5 തന്നെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അതായത് 5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ പൈത്തണിൽ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ചെറിയ എക്സ്പ്രഷൻ 1+2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ പ്രസ് ചെയ്താൽ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് 3 എന്ന റിസൾട്ട് ഇതേപോലെ ഡിസ്പ്ലേ ആവും. അതേപോലെ തന്നെ ജസ്റ്റ് 2 × 3 എന്ന വേറൊരു എക്സ്പ്രഷൻ കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്താൽ 6 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പ്രഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാം. എൻ്റർ പ്രസ് ചെയ്താൽ അത് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇതേപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ആവും. ഇനി നെക്സ്റ്റ് നമുക്ക് സ്ക്രീനിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രിന്റ് ചെയ്യാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പൈത്തണിൽ പ്രിന്റ് എന്ന് പറയുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ദെൻ ഓപ്പൺ പാരന്തസിസ് ക്ലോസിംഗ് പാരന്തസിസ്. ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ വേണം സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണേണ്ട മെസ്സേജ് എന്താണോ അത് ടൈപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിസൾട്ടാണ് കിട്ടുക എന്ന് നോക്കാം. സോ ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തത് എന്താണോ അത് അതേപോലെ തന്നെ ഡിസ്പ്ലേ ആയി. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ കൊടുക്കുന്ന എക്സ്പ്രഷനിലോ സ്റ്റേറ്റ്മെൻറ്റിലോ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഡിസ്പ്ലേ ആവുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ കൊടുക്കാം. എന്നാൽ അതിൽ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ് ഇല്ലാതെ ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജ് ഇതേപോലെ ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്താൽ എന്ത് റിസൾട്ട് വരും നോക്കാം. സോ ഇവിടെ ജനറേറ്റ് ആയിട്ടുള്ളത് ഒരു സിൻടാക്സ് എറർ ആണ്. ഈ കളേർഡ് ആയിട്ടുള്ള പോർഷനിലാണ് ആ സിൻടാക്സ് എറർ ഉള്ളത്. ഇവിടുത്തെ സിൻടാക്സ് എറർ എന്ന് പറയുന്നത് മിസ്സിംഗ് പാരന്തസിസ് ഇൻ കോൾ ടു പ്രിന്റ് എന്നതാണ്. അതായത്
പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്ത് പാരന്തസിസ് മിസ്സായി എന്നതാണ് ഇവിടുത്തെ എറർ. ദെൻ ഇവിടെ അതേപോലെ ചോദിക്കുന്നുണ്ട് പ്രിന്റ് എന്ന ഫംഗ്ഷൻ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് പാരന്തസിസിൽ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഹലോ എന്നാണോ നമ്മൾ ഉദ്ദേശിച്ചത് എന്ന്. സോ ഇതേപോലെ നമ്മൾ കോഡ് ഇവിടെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കോഡിംഗ് എല്ലാം കഴിഞ്ഞാൽ ഈ ഷെല്ലിൽ നിന്നും എക്സിറ്റ് ആവാൻ വേണ്ടി നമുക്കിവിടെ ഫയൽ ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കൺട്രോൾ Q പ്രസ് ചെയ്താലും ഇത് എഫക്റ്റ് തന്നെയാണ് ഉള്ളത്. അതല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ആൾട്ടർനേറ്റീവ് ആണ് ക്വിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇതേപോലെ കോൾ ചെയ്താലും സെയിം എഫക്റ്റ് ആണുള്ളത്. ക്വിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്താൽ ഇതേപോലുള്ളൊരു പോപ്പപ്പ് മെസ്സേജ് വരും. ഇതിൽ നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെല്ലിൽ നിന്നും എക്സിറ്റ് ആവാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാൻസൽ കൊടുത്തിട്ട് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് മോഡിൽ ഈ ഷെല്ല് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ സ്ക്രിപ്റ്റ് മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യം ഒരു ഫയലാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയലിൽ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള ഒരു ഫയൽ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോഡിംഗ് എല്ലാം ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതിൽ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് പാരന്തസിസിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജ് എന്താണോ അത് ഇതേപോലെ ടൈപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ ഫയൽ .py എന്ന എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യലാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ സേവ് ചെയ്യാം. ഇവിടെ ലോക്കൽ ഡിസ്ക് ഇയിൽ പൈത്തൺ പ്രോഗ്രാം എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന നെയിമിൽ തന്നെ സ്റ്റോർ ചെയ്യാം. ഇവിടെ സേവ് ടൈപ്പ് പൈത്തൺ ഫയൽസ് ആയത് കാരണം കൊണ്ട് തന്നെ ഡീഫോൾട്ട് ആയിട്ട് ഇതിൻ്റെ എക്സ്റ്റൻഷൻ .py എന്ന് സെറ്റ് ആവും. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോഡ് ചെയ്ത ഫയലിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നെയിം .py എക്സ്റ്റൻഷനിൽ ഇങ്ങനെ വിസിബിൾ ആവും. അതിനോടൊപ്പം തന്നെ അത് ഏത് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നും കാണിക്കും. ദെൻ ഇതേപോലെ നമ്മുടെ കോഡിംഗ് എല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ റൺ മെനുവിൽ റൺ മൊഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ F5 ക്ലിക്ക് ചെയ്താലും നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയലി ഷെല്ലിൽ ഇ എന്ന ലോക്കൽ ഡിസ്കിൽ പൈത്തൺ പ്രോഗ്രാം എന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം .py എന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഇതേപോലെ ഡിസ്പ്ലേ ആവും. ഇനി ഇൻ കേസ് ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ എററുകളാണ് ഇവിടെ കാണിക്കുക. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഇങ്ങനെയാണ് ഷെല്ല് യൂസ് ചെയ്തിട്ട് കമാൻഡ് ലൈൻ മോഡിലും അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് മോഡിലും പൈത്തൺ കോഡിംഗ് ചെയ്യാം. ഇതേ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിലും ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പൈത്തണിൻ്റെ കോഡിംഗ് കമാൻഡ് ലൈൻ മോഡിലും സ്ക്രിപ്റ്റ് മോഡിലും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കമാൻഡ് പ്രോംപ്റ്റ് പൈത്തണിൻ്റെ കമാൻഡ് ലൈൻ മോഡ് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്ന രീതിക്കായിട്ട് മാറും. ഇവിടെ ഡിസ്പ്ലേ ആവുന്ന മെസ്സേജ് നമ്മൾ നേരത്തെ ഷെല്ലിൽ കണ്ട അതേ മെസ്സേജ് തന്നെയാണ്, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പൈത്തണിൻ്റെ വേർഷൻ. അതിനുശേഷം കാണുന്ന ഈ പ്രോംപ്റ്റിലാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 5 എന്ന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 എന്ന് തന്നെ ഡിസ്പ്ലേ ആവും. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യാനുള്ള കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് 3 എന്ന് ഡിസ്പ്ലേ ചെയ്യും. 2ഉം 3ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഒരു എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യും. ഇനി എന്തെങ്കിലും ഒരു മെസ്സേജ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണുകയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് മെസ്സേജ് ആണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് ഇതേപോലെ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കുക. ദെൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇതേപോലെ തന്നെ ഡിസ്പ്ലേ ആവും. ഇനി നമുക്ക് ഈ കമാൻഡ് ലൈൻ മോഡിൽ നിന്നും എക്സിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ക്വിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. സോ ഇവിടെ ഈ രീതിക്കാണ് കമാൻഡ് ലൈൻ മോഡ് വർക്ക് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് മോഡ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പ്രോഗ്രാം എഴുതി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പ്രോഗ്രാം .py എന്നതായിരുന്നു. അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇ എന്ന ഡിസ്കിൽ പൈത്തൺ പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡറിലായിരുന്നു. സോ ആദ്യം തന്നെ നമുക്ക് ഇ എന്ന ഡിസ്കിലേക്ക് സ്വിച്ച് ചെയ്യാം. അതിനുശേഷം പൈത്തൺ പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ദെൻ ഇതിലാണ് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം .py എന്ന ഫയൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമൻ്റാണ് പൈത്തൺ സ്പേസ്
എന്താണോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ നെയിം other.py ഇങ്ങനെ എഴുതി നമ്മൾ എൻ്റെ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഇൻ കേസ് ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. ആ എററുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ എറർ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാനുള്ള കോഡായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. സോ ഇങ്ങനെയാണ് കമാൻഡ് പ്രോംപ്റ്റിൽ സ്ക്രിപ്റ്റ് മോഡ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്.